Hello guys, welcome to Motherhood Family. Okay, it's me, your Josmi. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് എല്ലാവർക്കും ഒരു അറിയാനുള്ളൊരു ആഗ്രഹമാണ്. അതായത് കറക്റ്റ് ഡെലിവറി ദിവസം എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഡെലിവറി ദിവസം എന്ത് നടക്കാനാ? ഡെലിവറി അല്ലേ? പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഹോസ്പിറ്റലിലോട് നമുക്കൊരു ഡേറ്റ് വരെ പറയുമല്ലോ, ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആകാൻ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ മുമ്പ് ഡെലിവറിക്ക് മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് 2 ദിവസം ഹോസ്പിറ്റലായിരിക്കുമല്ലോ, അപ്പോൾ നമ്മളെയും കുഞ്ഞിനെയും എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചെയ്യാന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഞാൻ പറയാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുഞ്ഞനിയത്തിമാർക്കൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ചേച്ചി ടെൻഷനാവുക, ഡെലിവറി ദിവസം ഓർത്തിട്ട് പേടിയാവുക. കാരണം ജനുവരി എൻഡിങ്ങിലും ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലും ഒക്കെ ഡേറ്റുള്ള കുറേ പേരുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ പേടിയാവുക, ചേച്ചി ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവില്ല, ചുമ്മാ അനാവശ്യമായി നമ്മൾ ടെൻഷൻ അടിച്ചാണല്ലോ, അത് നമ്മുടെ കുഞ്ഞിനെയും കൂടിയാണ് ബാധിക്കുക. അവരൊരു ധൈര്യം ഇല്ലാത്തവരായപ്പോൾ. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അതായത് എനിക്ക് ഈ ഷുഗർ വന്ന സമയത്ത് ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കുഞ്ഞിനെ പിടിക്കുമോ ടെൻഷനൊക്കെ വന്നോണ്ടാണെന്ന് അറിയത്തില്ല. എനിക്കങ്ങനെ വിശ്വാസം. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടായത് എന്നോട് പറയും, അമ്മയെ പേച്ചു എന്ന് വന്നിട്ട് എന്നോട് വന്നിട്ട് പറയും. ഒരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഒച്ച കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ അങ്ങനെ ഇട്ടും അങ്ങനെ ഒരു ഇത്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ആ സമയത്ത് അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ക്ലാസ്സിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് നമ്മുടെ ഫീലിങ്സ് ആണല്ലോ കുഞ്ഞും കൂടുതൽ വരും. അപ്പം നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ധൈര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞും അങ്ങനെ ആയി പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം, ഞാൻ അങ്ങനെയായിരുന്നു. ഒരു മാസത്തോളം ഞാൻ കംപ്ലീറ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് റെഡി. ആ ഒരു സമയത്തെ ടെൻഷൻ ഫുൾ ഇവന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ധൈര്യക്കുറവ് മൊത്തം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം. അതായത് ഡെലിവറി ദിവസം എന്താണ് നടക്കുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ്. കാരണം ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ രീതി ആയിരിക്കുമല്ലോ. ഇപ്പോൾ എന്നെ ചെയ്തത്, എൻ്റെ സ്വന്തം വീട് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ കൊട്ടിയൂരിനടുത്താണ് എൻ്റെ വീട്. പക്ഷേ എന്നെ കാണിച്ചത് തലശ്ശേരിയിൽ ജോസ്ഗിരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലായിരുന്നു എന്നെ കാണിച്ചത്. അവിടെ ഡോക്ടർ ജ്യോതിസ്, ഒരു സിസ്റ്ററാണ്. ഡോക്ടർ ജ്യോതിസിൻ്റെ പേഷ്യൻ്റായിരുന്നു ഞാൻ. ഒരു നല്ലൊരു മാലാഖനെ പോലൊരു ഡോക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടർ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഡോക്ടറെ പറ്റി ഇങ്ങനെ പുകഴ്ത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിളിക്കും, മോളെ എന്നൊക്കെ പറഞ്ഞേ വിളിക്കുള്ളൂ. അപ്പോൾ അവിടുത്തെ രീതികളും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും ഒക്കെ തൊട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തന്നെ നിങ്ങളുടെ കുറേ ടെൻഷനൊക്കെ അങ്ങ് പോയി കിട്ടും. ഓക്കെ, എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് 2017 ഫെബ്രുവരി 18-നാണ് ജോൻ ജനിച്ചത്. അപ്പോൾ 2017 ഫെബ്രുവരി 17-ന് എന്നോട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം, ഇല്ലെന്നുണ്ടെങ്കിൽ 17-ാം തീയതി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.25 മണിക്കൂർ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. പോകുന്ന വഴിയൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരത്തെ അയൽവക്കത്തുള്ളവരൊക്കെ വന്നപ്പോൾ അവർ പ്രാർത്ഥിക്കണം കേട്ടോ, ഇങ്ങനെ പോകുമല്ലേ പ്രാർത്ഥിക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി. ഒന്നാമത് എനിക്ക് ത്രില്ല് ആവാൻ കാരണം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു മന്ത് അല്ലാണ്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. ഞാൻ കുഞ്ഞിന് വേണ്ടി എൻ്റെ ടെൻഷനൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് മാറ്റി കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പല കാര്യങ്ങളും ഇൻവോൾവ് ആയി അങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്ക് കാരണം ഞാൻ ഈ പ്രമേഹത്തിനെ കുറിച്ചൊക്കെ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ റെഡി ആയിക്കോളും, എല്ലാം ദൈവം വിധിച്ചോലല്ലേ വരുമെന്നില്ലവർ ഞാനങ്ങ് വിട്ടു. പിന്നെ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചെയ്തു. അപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി. ഞാൻ ആ ഒരു ഡെലിവറിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം അങ്ങനെ ആവാത്തതിൻ്റെ കാരണം, ഒന്നാമത്തെ കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇജായം വന്നു ഡെലിവറി സമയത്ത്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ, ഞാൻ കൊതിച്ചിരിക്കുന്ന എൻ്റെ പൊന്നു മോളെ എൻ്റെ കയ്യിലോട്ട് കിട്ടാൻ പോവാ. മോള് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ്. അതായത് എനിക്ക് ഭയങ്കര പ്രാന്താണ് പെൺപിള്ളേരോട്. എനിക്ക് ഈ പെൺകൊച്ചുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു പെൺകൊച്ചേ ഉണ്ടാകാവുള്ളൂ. ഞാൻ കൺസീവ് ആയപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിൽ ആഗ്രഹം അതായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാൻ, ദൈവമേ എനിക്കൊരു പെൺകൊച്ചിനെ തന്നെ. കാരണം നമുക്ക് പെൺപിള്ളേരാകുമ്പോഴല്ലേ നന്നായി ഒരുക്കി പൊട്ടൊക്കെ തെളിയിച്ച് മുടിയൊക്കെ പൊക്കി കെട്ടി നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. എവിടെ പെൺപിള്ളേർ എൻ്റെ മുമ്പിൽ കൂടെ പോയാൽ ഞാൻ അവരെ നോക്കി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺപിള്ളേരെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആൺപിള്ളേരെ എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ചില ഇങ്ങനെ ഒരുക്കി നടത്താനുള്ള താല്പര്യമുണ്ട്.
അപ്പോൾ എൻ്റെ മനസ്സിൽ അവസാന ദിവസം വരെ എൻ്റെ മനസ്സിൽ എനിക്ക് പെങ്കൊച്ചാണെന്നുള്ള ചിന്തയാണ്. ഞാൻ ആ ഒരു ലെവലിലെല്ലാം പറയുന്നത്. എനിക്ക് പെങ്കൊച്ച ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പെങ്കൊച്ചിന് പേര് വരെ കണ്ടുവച്ചു. ഞങ്ങൾ നേരത്തെ പേര് കണ്ടുവച്ചിരുന്നു, ആങ്കൊച്ചായാലും പെങ്കൊച്ചായാലും പേര് കണ്ടുവച്ചിരുന്നു. എനിക്കൊരു പെങ്കൊച്ചാവുകയാണെങ്കിൽ ആ പെങ്കൊച്ചിന് സേറ എന്നുള്ള പേരൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ആ ഒരു മോളെ കിട്ടാൻ പോകല്ലേ. പക്ഷെ ബാക്കി എല്ലാവരും പറഞ്ഞു എനിക്ക് ആങ്കൊച്ചാണ്. എൻ്റെ എന്തൊക്കെയോ സിംറ്റംസ് വെച്ചിട്ട് അവർ പറഞ്ഞു എനിക്ക് ആങ്കൊച്ചാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മോളെ കാണാമല്ലോ, ഇനിയിപ്പോൾ മോളും ആവട്ടെ മോനും ആവട്ടെ ആരും ആവട്ടെ, കുഞ്ഞിനെ എനിക്ക് അടുത്ത ദിവസം എൻ്റെ കയ്യിലോട്ട് കിട്ടുമല്ലേ. പിന്നെ ഈ 9 മാസമേ കുറേ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്കുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാമല്ലോ, നാളെ കൊണ്ട് അതങ്ങ് തീരുമല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നൊരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് റൂം റെഡിയായി. അപ്പോൾ ഡോക്ടർ തന്നെ വന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ മാക്സിമം നടക്കാവുന്ന അത്രയും നടക്കണം, നടന്നുകൊണ്ടിരുന്നു. നോർമലി പെയിൻ വരുവാണ്, കാരണം എനിക്ക് അതൊരു അനക്കമില്ല, ഒരു പെയിനും ഇല്ല. നോർമലി പെയിൻ വരുവാണെങ്കിൽ വന്നോട്ടെ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ റൂമിൽ കയറിയപ്പോൾ ഫസ്റ്റ് അവിടുത്തെ നേഴ്സുമാരൊക്കെ നല്ല നേഴ്സുമാരാട്ടോ. അപ്പം ഒരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജോസ്മി വാഗനിൽ ഏരിയ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടി, എന്താ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി ക്ലീൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു അല്ല എന്നാലും ചെയ്തേക്കാം, കാരണം എന്തെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കണ്ടാൽ വഴക്ക് പറയാം, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ നിന്ന് കൊടുത്തു, അവിടെ പ്രൊസീജിയർ അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് അവിടെ ചെയ്യുന്നത് അതാണ്. പിന്നെ പുറത്തെന്ന് വെച്ചാൽ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ബാക്കി ബൈസ്റ്റാൻഡേഴ്സ് അല്ലെ അവർക്ക് എനിക്കൊന്ന് ഈ ഡെലിവറിക്ക് മുമ്പ് കുറച്ച് അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എന്തോ പേപ്പേഴ്സൊക്കെ ഡെലിവറിക്കുള്ള പേപ്പേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യണം, അങ്ങനെ എന്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവർ എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അവർ അതിനുവേണ്ടി പുറത്തോട്ട് പോയി. ഞാനപ്പോൾ റൂമിൻ്റെ അകത്ത് അപ്പോൾ ഇവരിത് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഓർത്തൊരു കാര്യമാണ് നമ്മൾ നേഴ്സുമാരെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് ആ പാവങ്ങൾ കേട്ടോ. ശരി, എന്നിട്ട് അതിനുള്ള വല്ല ആനുകൂല്യം അവർക്ക് കിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവർ എന്തൊക്കെ ഈ ഡെലിവറിക്ക് വേണ്ടി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ക്ലീനൊക്കെ ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് ബഹുമാനമാണോ സ്നേഹമാണോ എന്താണെന്ന് എനിക്കല്ലെങ്കിൽ അത്രയ്ക്ക് എനിക്കൊരു സഹതാപം വരെ തോന്നിപ്പോയി അവരോട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ, ഞാൻ എൻ്റെ ഓൾറെഡി ക്ലീൻഡാണ്. അപ്പം പറഞ്ഞു ഇല്ല എന്നാലും ഡോക്ടർ വഴക്ക് പറഞ്ഞെങ്കിലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അവർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ചെയ്തോ, കുഴപ്പമില്ല എന്നൊക്കെ. നല്ല കമ്പനി അവരുള്ളവർ. എന്നിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇരുന്ന് കഴിഞ്ഞ് കുറച്ചപ്പോൾ ഞാൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. നടക്കുന്ന വെച്ചാൽ എനിക്ക് അങ്ങനെ നടക്കാനൊന്നും വയ്യ, എനിക്കിങ്ങനെ വയറ് ടൈറ്റാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് ടൈറ്റാകുന്ന ഒരു പ്രീ മച്യൂരിറ്റിയുടെ ഒരു ഇതായിട്ടാണ് പറയുന്നത് ഡോക്ടറിനോട്. പക്ഷേ എനിക്ക് മച്യൂർഡ് ഒന്നും ആയിരുന്നൊന്നുമില്ല. പക്ഷേ അതായത് എനിക്ക് ഒന്നും ഓപ്പണും ആയില്ല, ഒന്നും ആയില്ല. പക്ഷേ എനിക്ക് വയറ് നമ്മൾ കോൺട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. വയറ് നന്നായിട്ട് ടൈറ്റ് ആകുന്നുണ്ടായിരുന്നു, ഒരു തുള്ളി നടക്കത്തില്ല. പക്ഷെ എന്നാലും ഞാനങ്ങ് നടക്കുവാണ്. കുറേ അത്യാവശ്യം ഹോസ്പിറ്റലിൻ്റെ ആ കോറിഡോറിൽ കൂടെ കുറേയൊക്കെ നടന്നു. ഇങ്ങനെ ഭയങ്കര കുത്തനെയല്ലാത്ത കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കയറിയൊക്കെ ഇറങ്ങി. അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നോട് പറഞ്ഞു ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ. ഡോക്ടർ വന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, യൂട്രസ് ഓപ്പൺ ആയോ, താഴെ ചെല്ലാൻ പറഞ്ഞു ലേബർ റൂമിൽ. അപ്പോൾ യൂട്രസ് ഓപ്പൺ ആയോ നോക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ വന്ന് തിരിച്ച് പോയിക്കോ, നന്നായിട്ട് നടക്കണം, നന്നായി നടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും നേഴ്സുമാരോടൊന്ന് പറഞ്ഞിട്ടേ കിടക്കാവുള്ളൂ എന്നോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ നമ്മൾ പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു എന്നിട്ട് നടക്കുവാണ്. ഞാനിങ്ങനെ ഇച്ചാൻ്റെ കൈ തൂങ്ങി പിടിച്ചാണ് നടക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നടക്കാനൊന്നും വയ്യ, എന്നെ ആരും പിടിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ വീഴും എന്നുള്ള അവസ്ഥയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇച്ചായ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്നാലും ഇങ്ങനെ പറഞ്ഞിട്ട് ഇച്ചായ നാളെ നമ്മുടെ കുഞ്ഞ് വരില്ലേ എന്ന് പറയുമ്പോൾ ഇച്ചാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും നോർമൽ ആയിരിക്കുമോ, അതിന് സിസേറിയൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഇച്ചാൻ പറഞ്ഞു അതെന്തോ ആവട്ടെ, നമുക്ക് കുഞ്ഞിനെ കിട്ടിയാൽ പോലെ എന്നൊക്കെ ഇച്ചാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വേറെ ഇപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ കിട്ടുമല്ലോ നാളെയും കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നാളത്തോട്ട് ഞാൻ ഫ്രീ ആകുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാനിങ്ങനെ നടക്കുക. രാത്രി കിടക്കാൻ നേരത്തിന് മുമ്പ് അപ്പോൾ അവർ പറഞ്ഞല്ലോ നഴ്സുമാരോട് പറയുന്നത്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പായപ്പോൾ ആ നഴ്സുമാരോട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ നിങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അവർ വന്നു. എനിക്ക് ആ സമയത്ത് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻസുലിൻ എടുത്തിട്ട് എനിക്ക് തന്നതെന്ന് വെച്ചാൽ ആവണക്കെണ്ണ എനിക്ക് കുടിക്കാൻ തന്നു. ഇത്രയുള്ളൊരു ബോട്ടിലാണ്, ഇത്രയുള്ള ബോട്ടിൽ എനിക്കൊരു ആവണക്കെണ്ണ തന്നു. അത് കഴിക്കാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ അപ്പം ആവണക്കെണ്ണ തരുന്നത് മാത്രമല്ല, അപ്പോൾ ആ സമയത്ത് ഡോക്ടർ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡോക്ടർ നമ്മുടെ ബത്ത് ക്യാനലിൻ്റെ അവിടെ എന്തോ ഒരു സംതിങ് അവർ ഡെപ്പോസിറ്റ് ചെയ്തു, എന്തോ വെച്ചു. അതെന്താ എനിക്കറിയില്ല. ഞാൻ സാധാരണ എല്ലാം അങ്ങനെ ചോദിക്കുന്ന ഇതെന്താ ഡോക്ടർ ചെയ്യുന്നത്, ഇതെന്താന്നൊക്കെ ഞാൻ അങ്ങനെ സംശയം വരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ഞാനതങ്ങ് വിട്ടുപോയി, അതെന്താണെന്നറിയില്ല. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും ബ്ലഡ് കാണും, പക്ഷേ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു.
ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരാം കേട്ടോ. ആ സമയത്ത് എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത്. എന്തോ വെക്കുന്നുണ്ട് അവിടെ. അപ്പം പിന്നെ അപ്പോൾ മാവണക്കണ്ണ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതില്ല. അപ്പം വയറിങ്ങനെ ക്ലീൻ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും. അപ്പം വയറ് ക്ലീൻ ആകുന്നതനുസരിച്ച് പെയിൻ തന്നെ വരുവാണെങ്കിൽ വരട്ടെ. അതുവരെ നടന്നിട്ടൊന്നും എനിക്ക് വന്നില്ലല്ലോ, അപ്പോൾ വരട്ടെ എന്ന് പറയും. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കിടന്നു. ഞാൻ കിടന്ന ഒരു അരമണിക്കൂറൊക്കെ ആവുന്നതിന് മുമ്പ് തുടങ്ങി എൻ്റെ വയറ്റിൽ കൂടെ ഇങ്ങനെ ഗിള്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി വെച്ചാൽ സത്യം പറഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ പക്ഷെ നമ്മൾ ഇരുന്നിട്ട് അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകലും വരലും ഒക്കെ. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഞാൻ വരുന്നു, പിന്നെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ പോകേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ വയറ് നന്നായി ക്ലീൻ ആവുന്നു. എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങി. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ബാക്ക് പെയിൻ ആയിരുന്നു. എൻ്റെ എല്ലാം പൊട്ടിപ്പോകുന്നു. അങ്ങനെയൊക്കെ അപ്പം തന്നെ എനിക്ക് ആ ബാക്ക് പെയിൻ വന്നു. വയറുവേദനയില്ല, ബാക്ക് പെയിൻ മാത്രം. അപ്പോൾ ഞാനിങ്ങനെ അപ്പം എല്ലാവരും ഉറങ്ങും കേട്ടോ. എന്നിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്ന് ഞാൻ ബെഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ ബെഡിലോട്ട് വന്ന് ഇരുന്ന് വേദന കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഈ ഇച്ചായനും എൻ്റെ അമ്മയൊക്കെ കിടന്നുള്ള സുഖത്തിൽ ഉറങ്ങുക. അപ്പോൾ എനിക്കങ്ങോട്ട് കയറി വന്നു. കാരണം ഞാനിവിടെ വേദന എടുത്ത ചാകാൻ കിടക്കുമ്പോൾ കൂർക്കം വലിച്ചും കൂടി ഉറങ്ങുന്നേ. അപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ ചിന്തിക്ക്, നമ്മളിവിടെ വേദന എടുത്ത് കളിച്ച് പിടിച്ച് കിടക്കുമ്പോൾ അവിടെ കൂർക്കം വലിച്ച് ബോധമൊക്കെ ഉറങ്ങുന്നതാണ്. പക്ഷെ ഞാൻ അവരെ വിളിക്കാൻ പോയില്ല. കാരണം പാവങ്ങൾ ഉറങ്ങിക്കൂടെ. കാരണം എനിക്കറിയാം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ രാത്രി ഉറങ്ങാനാവില്ല, കുഞ്ഞിനെ നോക്കണമല്ലോ. അപ്പോൾ ഉറങ്ങിക്കോട്ടെ പാവങ്ങളെല്ലാം നോർത്ത് ഞാൻ പിന്നെ സഹിച്ചു പിടിച്ചിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നേരം വെളുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ വയറ്റിന്ന് നല്ല പോക്കങ്ങ് നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞ് എന്നോട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു 8:30 ആകുമ്പോൾ ലേബർ റൂമിലോട്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ. 8:30 ആയപ്പം അതിനിടയ്ക്കും കുറേ നേരം നടന്നു. 8:30 ആയപ്പോഴത്തേക്കും എന്നെ എല്ലാവരും കൂടെ ആനയിച്ച് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. ഞാൻ ലേബർ റൂമിൽ കയറി കിടന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥ വെച്ചാൽ അവിടെ അന്നത്തെ ദിവസം ഡ്യൂ ആയിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ലേബർ റൂമല്ല, ലേബർ റൂമിനോട് ചേർത്ത് വേറെ റൂം. ലേബർ റൂം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഉള്ളോട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഭയങ്കര വേദന. ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ട് അവിടെ എൻ്റെ ചുറ്റോട്ടമുള്ളവരൊക്കെ ഞാനിങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ ആ ചേച്ചിമാർ അവരൊക്കെ ഭയങ്കര വേദന എടുത്തിട്ട് കരയും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇരിക്കുക, എന്നെ കിടത്തിയിട്ടില്ല. അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിയൊക്കെ ഭയങ്കര അവിടെ കൂടുതൽ മുസ്ലിംസ് ഏരിയ കേട്ടോ. ഞങ്ങൾ തലശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ മുസ്ലിംസ് അവിടെ പാവങ്ങൾ ഭയങ്കര വേദന എടുത്തൊക്കെ കരയും. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അവരെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ചിരിക്കണമെന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും ഈ പെണ്ണെന്താ ഈ ഒരു അവസ്ഥയെ വന്ന് ചിരിച്ചൊക്കെ കാണിക്കുന്നതെന്ന് അവർ ഓർക്കുന്നുണ്ടാവും. എന്നിട്ട് പക്ഷെ അതിൽ കുറേ കാര്യം കേട്ടോ. എനിക്ക് പെയിൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന വേറൊരു മുസ്ലിം ചേച്ചി കേട്ടോ. ആ ചേച്ചിക്ക് അതിന് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചേച്ചി അതിൻ്റെ പെയിൻ ഒന്ന് കുറയുന്ന ഒരു സമയത്ത് എന്നോട് പറയും. അപ്പം നമ്മൾക്ക് പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ജോസ്മി കാര്യമില്ല, സാരമില്ല കേട്ടോ, അത് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര ആശ്വസിപ്പിക്കില്ലേ, ഭയങ്കര സപ്പോർട്ടാട്ടോ. അത് മാത്രമല്ല എൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിന് പുറത്ത് അമ്മ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല കൂടുതൽ മുസ്ലിം ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയുള്ള മുസ്ലിം ചേച്ചിമാരും അമ്മമാരൊക്കെ വന്നിട്ട് എൻ്റെ അമ്മേനെ വന്ന് ആശ്വസിപ്പിക്കുക. അവരുടെ മരുമോളൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്ന് വേദന അനുഭവിക്കുന്നത്, അവർക്ക് ടെൻഷനുണ്ട്. പക്ഷെ എന്നാലും അവർ വന്നിട്ട് എൻ്റെ അമ്മേനൊക്കെ ആശ്വസിപ്പിക്കുന്നു. ഭയങ്കര സപ്പോർട്ടീവാണ് അവർ, നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ ചുറ്റുവട്ടം കുറച്ച് സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സന്തോഷമാക്കി നിർത്താൻ ആൾക്കാരുള്ളത് തന്നെ നമുക്കൊരു ഭയങ്കര ധൈര്യമല്ലേ. എനിക്ക് തോന്നുന്നു എനിക്കൊന്നും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മൾ വേദന എടുത്ത് നടക്കുമല്ലേ. എന്നിട്ട് എന്നെ കിടത്തി കഴിഞ്ഞ് ഡോക്ടർ വന്ന് ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഡ്രിപ്പ് ഇട്ട് നമ്മൾ ആ സമയത്ത് നൈറ്റിയൊക്കെ ആയിരുന്നു. അപ്പം ഡ്രിപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ തുടങ്ങി. പെയിൻ എന്ന് വെച്ചാൽ അപ്പോഴും എനിക്ക് വയറുവേദനയില്ല, എനിക്ക് ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. ബാക്ക് പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഈ ലേബർ പെയിൻ വരുന്നതെന്ന് വെച്ചാൽ 10 മിനിറ്റ് കൂടുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. കാരണം ഒരു 10 മിനിറ്റിൽ നമുക്ക് വന്നു, പിന്നെ കുറച്ച് സമയം കഴിയും, അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെയാണ് വരിക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് എനിക്കെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ മയങ്ങിപ്പോവാണ് എൻ്റെ കാര്യത്തിൽ. അപ്പം ഡോക്ടർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്താ ഉറങ്ങുന്നത്? കാരണം ആദ്യമായിട്ടായിരിക്കും ലേബർ റൂമിൽ ചെന്നിട്ട് ഒരു മനുഷ്യത്തി കിടന്ന് ഉറങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് അത് എന്താ എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പെയിൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉറങ്ങുന്നു, പെയിൻ വരുമ്പോഴത്തേക്ക് ഞാൻ സഹിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ ഒരു കുഴപ്പമുണ്ടാവില്ലേ എന്നൊക്കെ. അപ്പം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇവർക്ക് അധികം നേരം എന്നെ വെക്കാനൊരു പേടി. അങ്ങനെ സമയം ഒരു ഉച്ചയൊക്കെ ആവാനായി, എനിക്ക് വയറുവേദനയില്ല.
അതിനിടയ്ക്ക് നമ്മുടെ വാട്ടറൊക്കെ ലീക്കായിട്ടോ, അതൊക്കെ സംഭവിച്ചു. നമ്മുടെ വാട്ടർ ലീക്കാവും. അപ്പം പിന്നെ അവിടെ തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോവാം. അപ്പോൾ അവർ ഇടയ്ക്ക് വന്നിട്ട് അവരിങ്ങനെ യൂട്രസ് ഓപ്പൺ ആയി നോക്കാം. അങ്ങനെ 2 ഫിംഗർ എങ്ങാണ്ട് എനിക്ക് ഓപ്പണായി വരുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് അവർക്കൊരു ഒരു ടെൻഷൻ, എന്താ ഇങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 3 മണിയായി, 4 മണിയായി, എനിക്ക് വയറുവേദനയില്ല, ഓൺലി ബാക്ക് പെയിൻ. ഞാൻ ഡോക്ടറോട് പറയാം, ഡോക്ടർ എന്നെ ഓപ്പറേറ്റ് ചെയ്യുമോ, എനിക്കിത് പറ്റുന്നില്ല, സഹിക്കുന്നില്ല. ഡോക്ടർ മോളെ അങ്ങനെയൊന്നും പറയരുത്, നമുക്ക് നോർമലി തന്നെ കുഞ്ഞിനെ എടുക്കണം. കാരണം പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലും കൂടി ആകുമ്പോൾ അവർ നോർമൽ വേണ്ടി കൂടുതൽ വെക്കുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടർ എനിക്ക് പറ്റുന്നില്ല, ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവസാനം എന്താ പറയുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ അമ്മേനകത്തോട്ട് കയറ്റി വിട്ടു, എൻ്റെ ചേച്ചീനകത്തോട്ട് കയറ്റി വിട്ടു. ആ സമയത്ത് പുറത്ത് മൊത്തം ആൾക്കാരാണ്. അപ്പം അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല, എന്നെ കീറിയേ പറ്റൂ, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് കാര്യമില്ല. എൻ്റെ ചേച്ചി വന്നിട്ട് ചിരിക്കുക, ഏട്ടി ഇതൊക്കെ സർവ്വസാധാരണ കാര്യം, നീ ഇങ്ങനെ കിടന്ന് കാര്യമില്ല. എൻ്റെ ചേച്ചി വന്ന് ചിരിച്ചിട്ട് കൂളായിട്ട് അവൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പറ്റൂല, എനിക്ക് ഡോക്ടർ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അവരങ്ങനെ ചെയ്യുകയല്ലായിരുന്നു എന്നെ സിസേറിയൻ. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാലും ഞാനിങ്ങനെ മയങ്ങി പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞു ഒരു 4-5 മണിയായി. അപ്പോൾ എന്നിട്ടും അപ്പോൾ എൻ്റെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 3 ഫിംഗർ എങ്ങാണ്ടായി. അപ്പോൾ ലാസ്റ്റ് എനിക്ക് സത്യം പറയാൻ എൻ്റെ ഡോക്ടർ പറഞ്ഞു ഒരു 7 മണി, ഒരു 6:30 വരെ നമുക്ക് നോക്കാം, എന്നിട്ടും കുഞ്ഞിൻ്റെ ഒന്നും പുറത്തോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം, കാരണം എൻ്റെ മയങ്ങിപ്പോക്കും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം മയങ്ങാൻ പാടില്ല പോലും. പക്ഷെ ഞാൻ നന്നായി മയങ്ങുന്നുണ്ട്, ഞാൻ ബോധം കേട്ട് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം ഒരു 7 മണിയൊക്കെ ആയി. ഇപ്പോൾ 4 ഫിംഗറായി, എൻ്റെ യൂട്രസ് കംപ്ലീറ്റ് ഓപ്പണായി. വേറെ ഒരു പ്രശ്നമില്ല. കുഞ്ഞ് അത്രയും ഓപ്പണായിട്ട് പോലും എനിക്ക് കുഞ്ഞിൻ്റെ ഒന്നും തലയൊന്നും പുറത്തോട്ട് വരുന്നില്ല, ഉള്ളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്നോട് പുഷ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, പുഷൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്നും വരുന്നില്ല. അപ്പോൾ അവർ അപ്പം തന്നെ എന്നെ സിസേറിയന് വേണ്ടി കൊണ്ടുപോയി. സിസേറിയന് കൊണ്ടുവന്ന് വെച്ചാൽ അവിടുന്ന് മാറി, പിന്നെ അവിടെ നമ്മുടെ ഇട്ട ഡ്രസ്സ് അവർ മാറ്റിക്കും. നമുക്ക് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഒരു വേറെ ഡ്രസ്സുണ്ട്, അത് അവർ തരും, അത് ഇടിക്കും, അത് കിടക്കും. അത് കിടന്നു കഴിയുമ്പോൾ ഇവർ നമ്മളെ അവിടുന്ന് ഉള്ളിൽ തന്നെ ഇവർ എന്തോ ഒരു സാധനം വെച്ച് ഒരു നീഡിൽ വെച്ചിട്ട് ഒരു കുത്തം എന്താ വെച്ച് തരും. അതിൻ്റെ ഒരു പാട് ഇവിടെ തന്നെ കുറേ നാളത്തേക്ക് എനിക്ക് എൻ്റെ പാടുണ്ടായിരുന്നു. ഇപ്പോഴങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കൈയുടെ എവിടെയോ അങ്ങോട്ട് ഇടയിൽ കുത്തും. ആ പാട് അവിടെ കുറേ നാൾ കിടക്കും, കുറേ വർഷങ്ങളോളം കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ അടുത്തങ്ങാണ്ടാണ് പോയത്, ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ അത് മാത്രം ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോവാണേ. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ നേരത്ത് എല്ലാവരും പുറത്തുണ്ട്. അപ്പച്ചിയുണ്ട്, അമ്മയുണ്ട്, ഇച്ചാനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചീൻ്റെ ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ചിരിച്ചോണ്ട് പോവാം, കാരണം ഇനി വേദന സഹിക്കണ്ടല്ലോ. എന്നെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ കൊച്ചിനെ ഇപ്പം ഇത്ര സമയത്തിനുള്ള എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്നു. എന്നെ പുറത്തോട്ട് ഇറങ്ങിപ്പോണ്ടല്ലോ, എൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെ കരുവാളിച്ചെന്ന് പറയുന്ന പോലെ, പേടിച്ച് വരച്ചിരിക്കുന്ന പോലെ. അപ്പച്ചൻ ഭയങ്കര അപ്പച്ചൻ കൂളായിട്ടിരിക്കുന്നു. ഇച്ചാൻ്റെ മുഖം ഒരുമാതിരി ചോര പറ്റിയ മാതിരി ഇച്ചാനും ഇരിക്കുന്നു, എല്ലാവരും ചേച്ചിയും ചിരിക്കുന്നുണ്ട്. ഞാൻ ഇവരെന്താ ഇങ്ങനെ, ഇനിയിപ്പോൾ ഞാൻ വല്ല മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരൂലേ, അങ്ങനെ ഒരു ചിന്തയെ. പക്ഷെ എന്നാലും ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇച്ചാൻ വേഗം വന്ന് എൻ്റെ കൈ വന്ന് പിടിച്ചു. അപ്പം ഇച്ചാൻ പറഞ്ഞു പേടിക്കണ്ട കേട്ടോ, ഞാനിവിടെ പുറത്തുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ എന്താ എല്ലാവരും ഇങ്ങനെ ആശ്വസിക്കുന്നത്, ഞാൻ അറിയാണ്ട് വേറെ എന്തെങ്കിലും കുഴപ്പമോടെ നടക്കുന്നുണ്ടോ, ചിലപ്പോൾ ഇനി ഞാൻ തിരിച്ചു വരൂലേ എന്നൊക്കെ ഞാനിങ്ങനെ പിന്നെ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്നുള്ളത് പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് ചെന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ വിളിച്ചെന്നു, അവർ അനസ്തേഷ്യ തന്നു. പക്ഷേ അനസ്തേഷ്യ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ മയങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നു. വേദന എടുക്കുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇപ്പം അപ്പോൾ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഏകദേശം ഒരു 7:05 ആയപ്പം, വൈകുന്നേരം 7:05 ആയപ്പം ഡോക്ടർ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് പൊക്കി. എൻ്റെ മക്കളെ, ഡോക്ടർ പറഞ്ഞു ജോസ്മി ആൺകുട്ടിയാട്ടോ എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ എല്ലാം പോയി. ദൈവമേ ആൺകുട്ടിയോ. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് ആ ഒരു വിഷമം എനിക്ക് വന്നില്ല കേട്ടോ. എനിക്ക് ആ സമയം ഓർക്കുമ്പോൾ നല്ല എനിക്ക് കണ്ണൊക്കെ നിറയാം. അപ്പം എനിക്ക് ആ ഒരു പെട്ടെന്ന് പെൺകുഞ്ഞല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്നാലും പെൺകുഞ്ഞല്ലാത്തതിൻ്റെ ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ കുഞ്ഞടാ, ഇച്ചിരി എലിക്കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ അവർ പൊക്കിയെടുത്തിട്ട് അത് അത്രയും നാൾ നമ്മൾ നടന്ന നമ്മുടെ കുഞ്ഞിനെ അവരെടുക്കുക. അപ്പോൾ
അതൊരു ഭയങ്കര ഫീൽ. അത് നമ്മൾ അമ്മമാർക്ക് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിന് ഞാൻ പറയട്ടെ, എൻ്റെ ഈ വീഡിയോ ഇതുവരെ കുഞ്ഞുങ്ങളാവാത്ത ആരും കാണരുത് കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു സന്തോഷമല്ലേ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതുവരെ ആവാത്തവരൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, അവർക്കത് അനുഭവിക്കാൻ പറ്റാത്തതിൽ. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഏറ്റവും ദൈവം കൊടുക്കേണ്ട ഒരു ഭാഗ്യമാണ് ഒരു അമ്മയാകുക എന്നുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അതെല്ലാവർക്കും കിട്ടണേ എന്നുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി പ്രാർത്ഥിക്കാടാ. പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് എന്താ ഉള്ളത്? നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും വേണ്ട. അമ്മമാരായവർ മാത്രമേ ഇത് കാണാവുള്ളേ. ഇനി അങ്ങോട്ട് പറയുന്നത് കുഞ്ഞുണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾക്കത് വിഷമാവും കേട്ടോ. നിങ്ങൾ കാണണ്ട. അപ്പം കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞ് പുറത്തോട്ട് വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഡ് കുഞ്ഞിൻ്റെ കഴുത്തി ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഞാൻ പുഷ് ചെയ്യുമ്പോഴും കുഞ്ഞ് പുറത്തോട്ട് വരുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, നിനക്ക് നോർമൽ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോഴത് സമാധാനമായത് കാരണം വെച്ചാൽ കുഞ്ഞിൻ്റെ കഴുത്ത് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ദൈവമായിട്ടാണ് തോന്നിച്ചത്. എനിക്കിത് ഇനിയിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് തോന്നിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്ത് കൂടി കുഞ്ഞ് മരിച്ചുപോയില്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് ആ സമയത്ത് ചെറിയ ഷിവറിങ് ഒക്കെ വന്നേ. ഷിവറിങ് വന്നു. അപ്പോൾ അവർ 2 ബ്ലാങ്കറ്റൊക്കെ ഇട്ട് എന്നെ പുതപ്പിച്ചു. അവരതെല്ലാം മടക്കി വെച്ചു. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു പൊക്കിയ സമയത്ത് ഞാൻ കുഞ്ഞിനെ കാണുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ അവർ ക്ലീൻ ആക്കിയിട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ ജോസ്മീൻ്റെ വാവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അത് നോക്കാൻ പറ്റുന്നില്ല. വേദന കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, മരച്ചിരിക്കുക നമ്മൾ ആ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പം ഡോക്ടർ എൻ്റെ മുഖത്തിനോട് ചേർത്ത് വെച്ച് കുഞ്ഞിനെ ജാനിങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് എന്നോട് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനൊരു ഉമ്മ കൊടുത്തു. എനിക്ക് എന്തൊക്കെയോ ഞാനൊരു അമ്മയായി, ഞാനൊരു അമ്മ അതൊക്കെ ചെന്നപ്പോൾ എനിക്ക് ആ ഫീൽ പറഞ്ഞറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മളെ സിസേറിയൻ കഴിഞ്ഞതിൻ്റെ നോർമലുകാരെ ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇടുമോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നെ സിസേറിയൻകാർ ഇടുന്നുണ്ട്. അപ്പോൾ എന്നെ ആ ഒരു രാത്രി ഫുള്ള് ഒബ്സർവേഷനിൽ നിർത്തി, ഒബ്സർവേഷൻ കിടത്തി. രാവിലെ ആയപ്പം എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞിനെ ആ സമയത്ത് അവർ കൊടുത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് കുഞ്ഞിൻ്റെ ഷുഗർ അവർക്ക് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ കുഞ്ഞിന് നോർമലായി. രാവിലെ ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇടയ്ക്ക് കുഞ്ഞിനെ കുടിപ്പിക്കാൻ കൊടുന്നു. പക്ഷേ എനിക്ക് നിപ്പിളില്ലാത്തതിൻ്റെ പേരിൽ കുടിക്കാൻ പറ്റിയില്ല. അവന് വേറെ എന്തൊക്കെയോ കലക്കി കൊടുക്കുക ചെയ്ത്. മീൻസ് ലാക്ടജൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അതെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല, കൊടുത്തതെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ റൂമിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനും വന്നു. അപ്പോൾ ജാന വന്നിട്ട് അവരിങ്ങനെ ഞാനവിടെ കിടക്കുന്നു, എൻ്റെ ഈ കൈ ഇവിടെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഇവിടെയായിട്ട് ജാന കിടത്തി. എനിക്കെന്തൊക്കെയോ ഇപ്പം തന്നെ രോമാഞ്ചാവുക. അപ്പോൾ എന്തൊക്കെയോ അതെനിക്ക് മറക്കാനേ പറ്റുന്നില്ല. ആ ദിവസം അവരെൻ്റെ കൂടെ കിടത്തി. അപ്പോൾ ഇത്രയും നാൾ എൻ്റെ വയറ്റിലുണ്ടായിരുന്ന എൻ്റെ ആ ചക്കര മുത്തതായി ഇപ്പം എൻ്റെ കൂടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നാലും എനിക്കൊരു പെൺകൊച്ചിനെ കിട്ടിയില്ലല്ലോ. അപ്പോൾ അമ്മേനെ വഴക്ക്, നീ മിണ്ടാതിരുന്നാണോ, എല്ലാവരും ഇവിടെ ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൾക്കത് പെണ്ണാവാത്തതിൻ്റെ വിഷമമാണെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുറച്ച് സന്തോഷം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും പെമ്പിളാരാണ്. എൻ്റെ ചേച്ചിക്ക് മൂത്ത കൊച്ച് പെണ്ണാണ്. അപ്പോൾ ഒരു ആൺകൊച്ച് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് സന്തോഷം ഉണ്ടാകുന്നില്ല. പക്ഷേ അവർക്ക് അതിന് സന്തോഷമൊന്നുമില്ല. അവർക്കൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടിയതിന് സന്തോഷമുള്ളൂ. ഇപ്പോൾ രാവിലെ ഒബ്സർവേഷൻ നമ്മൾ റൂമിലെത്തുമല്ലോ. റൂമിലെത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഇടയ്ക്ക് ഇങ്ങനെ വരും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പനിച്ചു കഴിഞ്ഞപ്പോൾ പനിയുടെ മരുന്നൊക്കെ തന്നു. ജാന കുടിക്കാൻ അവർ പലതവണ ശ്രമിക്കുന്നുണ്ട്. നിപ്പിൾ ഷീൽഡൊക്കെ വെച്ചു, എന്നിട്ടും നടക്കുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിപ്പിൾ തീരെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ജാന കൊണ്ടുവന്നതിൻ്റെ അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അവർ ഹിയറിംഗ് ടെസ്റ്റിന് വേണ്ടി പോയി. ഇയർ ടെസ്റ്റ് ചെയ്യുന്നത് അവർ നമുക്ക് കേൾവിയൊക്കെ കുഴപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടി അതിനുവേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് നോർമൽ. അത് ഹോസ്പിറ്റലെല്ലാം ചെയ്യും ഇപ്പം, കാരണം ഹിയറിംഗ് ടെസ്റ്റ് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ഇതൊരു കുഴപ്പം ഉണ്ടാവില്ലേ എന്ന്. വൈകല്യം ഇല്ലാത്തൊരു കുഞ്ഞിനെയാണല്ലോ നമ്മളെല്ലാ അമ്മമാരും ആഗ്രഹിക്കുക. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം പിന്നെ പീഡിയാട്രീഷ്യൻ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ജാന് മഞ്ഞയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ആ ഒരു ദിവസം ഫുള്ള് NICUവിൽ കിടത്തി. ഇടയ്ക്ക് NICUവിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എൻ്റെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, അവൻ കുടിക്കൂല, എനിക്ക് നിപ്പിളും ഇല്ല, പിന്നെ എന്തിനാ നിപ്പിൾ ഷീൽഡ് അവൻ തൊടുന്നു പോലുമില്ല, കാറ് പൊളിക്കുവാണ്. അവസാനം അവർ കലക്കി കൊടുക്കേണ്ട അവസ്ഥ. അപ്പോൾ ഞാൻ പറയും, മോളിൽ നിന്ന് കൊണ്ടുവന്ന് നേരെ ആ നഴ്സുമാരുടെ റൂമിലോട്ട് കൊടുത്തു. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, അത് കുടിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം കുടിക്കാത്തവർ. അപ്പം മഞ്ഞയെല്ലാം മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അവനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് രാവിലത്തെ വൈകുന്നേരത്തെ ഇളം വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അതിനിടയ്ക്ക് 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഡോക്ടർ വന്നു.
എൻ്റെ സ്റ്റിച്ചിൻ്റെ മുമ്പിൽ കൊണ്ടിച്ച് പ്ലാസ്റ്റർ റിമൂവ് ചെയ്തു. ഓക്കെ, ഒബ്സർവേഷൻ റൂമിൽ ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ, റൂമിലോട്ട് വന്നതിൻ്റെ അന്ന് തൊട്ട് എനിക്ക് ബെൽറ്റ് കെട്ടാൻ തുടങ്ങി കേട്ടോ. ക്ലോത്തിൻ്റെ ബെൽറ്റ്, ഞാൻ പറഞ്ഞ വള്ളിയുള്ള കൂട്ട് ബെൽറ്റ്, അത് കെട്ടിക്കാൻ തുടങ്ങി. അത് കെട്ടിച്ചു. പിന്നെ ആ സമയത്തൊക്കെ നമുക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്കിനി ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ സിസേറിയൻ ആയതുകൊണ്ട് ഒന്ന് എണീറ്റ് ഇരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളെ ചുമക്കണ്ടേ. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എന്നെ ഒന്ന് എടുത്ത് പൊക്കി ഇരുത്താനൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ചുമ വരെ പറ്റില്ല. ഒന്ന് ചുമയ്ക്കുമോ ഒന്ന് തൊണ്ടയിൽ ഒരു ഭക്ഷണം കുടുങ്ങുകയോ വരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗം കാണുന്ന തുല്യം അങ്ങനെ വേദന, നമുക്ക് അത്രയ്ക്ക് വേദന എടുക്കും. അപ്പോൾ ഇത് എന്നാ വെച്ചാൽ ആ വരുന്ന സമയത്ത് ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ട്യൂബ് ഇട്ടിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അതായത് യൂറിൻ്റെ ഒരളവ് ആ ബോക്സിൽ ബാഗിനകത്ത് വരുന്ന ഓരോ തവണ യൂറിൻ വരുന്നതിൻ്റെ ആ ഒരളവ്. അപ്പോൾ നന്നായി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം അളവ് നോക്കണം. അപ്പോൾ അതിലെന്തൊക്കെയാണ് നോക്കുന്നുണ്ട്, അളവ് കൂടുന്നുണ്ടോ എന്നൊക്കെയുള്ളൂ. അപ്പോൾ നന്നായി യൂറിനൊക്കെ പോകണം പോലും. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് യൂറിൻ ട്യൂബ് എടുത്ത് മാറ്റി. പിന്നെ നമുക്ക് എണീറ്റ് പതുക്കെ നടക്കാൻ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പതുക്കെ നടക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ റൂമിൽ അങ്ങോട്ട് കൂടെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു പിടുത്തമുണ്ട്, വയറിൻ്റെ അവിടെ ഒരു പിടുത്തമുണ്ട്, എന്നാലും ഞാൻ നടക്കുന്നുണ്ട്. അപ്പം കുഞ്ഞിനെ അന്ന് വൈകുന്നേരം കുഞ്ഞിനെ ഇളംവേല് പൊള്ളിക്കാൻ വേണ്ടി പോയപ്പോൾ, ആദ്യമായിട്ട് ഇളംവേല് കൊണ്ടിക്കാൻ പോകുന്ന അപ്പോഴാണ്. അപ്പം പൊള്ളിക്കാൻ പോയ സമയത്ത് ഇവന് ആ വെയിലൊക്കെ കൊണ്ടുവരുത്തേക്ക് ഭയങ്കര പരവേശമായി, വിശപ്പ് ദാഹം എല്ലാം ആയി. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പം റൂമിലോട്ട് തന്നെ അവൻ കരഞ്ഞു പൊളിക്കുക. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് കൊള്ളിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്ന് കൊടുത്തു നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തപ്പോൾ അവൻ വിശന്നങ്ങ് ഇതായിട്ടിരിക്കുമല്ലേ. ആ ഒരു സമയത്ത് കൊടുത്തപ്പോൾ ചെറിയ നിപ്പിളാണ്, അവന് പ്രശ്നമില്ല, അവനത് കുടിച്ചു ആ ഒരു പരവേശത്തിൽ. അപ്പോൾ എനിക്ക് തോന്നി കുഞ്ഞുങ്ങൾ എത്ര നിപ്പിളില്ലെങ്കിലും അവർക്ക് നന്നായി വിശന്ന സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുക. അപ്പോൾ അവർ നിപ്പിളെ വന്നിട്ട് കുഞ്ഞുങ്ങൾ കുടിക്കാൻ വേണ്ടി നേഴ്സുമാരും കൂടെ ഉണ്ടായിരുന്നു. ആ നേഴ്സുമാർ വന്നിട്ട് നിയോപെപ്റ്റിൻ്റെ 2 ഡ്രോപ്പ് എടുത്ത് നിപ്പിളെ പുരട്ടി. അപ്പോൾ ആ ഒരു മധുരം കൂടെ ചെന്നപ്പോൾ പെട്ടെന്ന് നന്നായി കുടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ട് നമ്മളുടെ അമ്മയിൽ നിന്ന് നമ്മുടെ കുഞ്ഞ് പാല് കുടിക്കുകയാണ്, പാല് നമുക്ക് ചേർന്നാൽ കുടിക്കുകയാണ്. അതൊക്കെ അനുഭവിക്കണം, അത് ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ 3-ാമത്തെ ദിവസമായിട്ട് 4-ാമത്തെ ദിവസം വന്ന് ഡോക്ടർ ആ സ്റ്റിച്ചിൻ്റെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റി, അത് ഊരി. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എന്നോട് പെയിനുണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയ പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെരിയണമെങ്കിലൊക്കെ തന്നെ എൻ്റെ മക്കളെ അതൊരു ഭയങ്കര റിസ്ക്കാണ്, ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തോടൊക്കെ ഒന്ന് ചെരിയണമെങ്കിൽ. അപ്പം നീക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തല്ലോ. ഡോക്ടർ പറഞ്ഞു അന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആക്കിയത്, പക്ഷേ ഇത്രയും വൈകിയതുകൊണ്ടാണ് വിടാത്തത്. നാളെ രാവിലെ. അപ്പം എൻ്റെ ഷുഗറൊക്കെ നോർമൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഷുഗറൊക്കെ അവിടെ നിന്ന് തന്നെ നോർമലായൊരവസ്ഥയായിരുന്നു. കുറച്ചൊക്കെ കുറഞ്ഞു. കംപ്ലീറ്റ് പോയത് ഒരു 1 വീക്ക് ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കുളിക്കണം, നന്നായി സോപ്പ് തേച്ച് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തണുത്ത വെള്ളത്തിൽ അങ്ങനെ രാവിലെ നന്നായി സോപ്പ് തേച്ച് കുളിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇപ്പം മിടുക്കത്തിയായാലും നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഫ്രഷ് ആവില്ലേ, മിടുക്കത്തിയായാലോ. അപ്പോൾ എൻ്റെ വളരെ ആ വിരൂപമായിട്ടുണ്ടായിരുന്ന മുഖമൊക്കെ മാറി. കാരണം ആ ഒരു ഡെലിവറി സമയത്ത് എൻ്റെ മുഖമൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു, ഭയങ്കര വണ്ണം പിടിച്ച മൂക്ക്. ഞാൻ തന്നെ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ പേടിച്ച് പോയി, ദൈവമേ ഇത് ഞാനാണോ എന്നൊക്കെ ഓർത്ത് പോയി. പക്ഷെ പിന്നെ അത് റെഡിയായി. ഇപ്പം ഒക്കെ അന്ന് എന്നോട് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ അപ്പോൾ ജോൺ കുടിക്കാനും തുടങ്ങി, എല്ലാ പ്രശ്നങ്ങളും മാറി. അപ്പോൾ ജോൻ്റെ മഞ്ഞയും മാറി. അപ്പോൾ അന്ന് രാവിലെ ഒരു ഉച്ചയോട് കൂടി ഇപ്പം പേയ്മെൻറ്റ് ബാക്കിയുള്ള ബിൽ സെറ്റിൽമെൻ്റ് ഒക്കെ അടക്കണ്ടേ. അപ്പോൾ അതിന് ഏകദേശം അവിടുന്ന് ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവർ വാഗ്നൽ ഏരിയ ക്ലീൻ ചെയ്യും, പിന്നെ ആവണക്കട തരും, വയർ ക്ലീൻ ആക്കും, ലേബർ റൂമിൽ ചെല്ലും, ഡ്രിപ്പിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിസേറിയൻ ആവുന്നവർക്ക് സാധാരണ നോർമൽ പെയിനായിട്ട് നോർമൽ ഡെലിവറി അങ്ങനെ ഉള്ളിൽ നോർമൽ ലേബർ റൂമിൽ ഉള്ളോട്ട് കയറ്റി അവിടെ നമുക്ക് ഡെലിവറി നടക്കുന്നു. ഇപ്പം സിസേറിയൻ ആയതുകൊണ്ട് വേറെ സ്ട്രെച്ചറിൽ കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നു, ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നു. അവിടെ നിന്ന് അവർ അനസ്തേഷ്യ എല്ലാം തന്ന് കീറുന്നു, കുഞ്ഞിനെ കിടന്നു, നമ്മൾ ഒബ്സർവേഷനിൽ കിടത്തുന്നു, റൂമിൽ വരുന്നു, ബെൽറ്റൊക്കെ കെട്ടുന്നു, യൂറിൻ ട്യൂബൊക്കെ എടുത്ത് മാറ്റി ബെൽറ്റൊക്കെ കെട്ടി തന്ന് പിന്നെ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കുഞ്ഞിന് മഞ്ഞ പിടിച്ചുകൊണ്ട് നമ്മളൊന്നും കൂടെ വൈകിയത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു 4-ാമത്തെ ദിവസമൊക്കെ പോയേനെ. അപ്പം അങ്ങനെ ഞങ്ങൾ 5-ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് പോകുന്നു. ഇതാണ് എൻ്റെ ആ ഒരു ഡെലിവറി ഡേറ്റ് തൊട്ടുള്ള 2-3 ദിവസമുള്ള ആ ഒരു സ്റ്റോറിയും
ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരവസ്ഥ ഇതാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇതോർത്ത് ടെൻഷൻ അടിക്കരുത്. കാരണം വെച്ചാൽ ഇത് ടെൻഷൻ ആവാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാൻ പറ്റും, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞിനെ ഓർത്തിട്ട് നിങ്ങൾ വെറുതെ നമ്മൾ ഇത്ര നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ, ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. കുറച്ച് വേദന ഉണ്ടാവും, അത് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നമ്മളങ്ങ് വിടുക. അപ്പോൾ നിങ്ങൾ ആരും ഇനി അങ്ങോട്ട് ഡെലിവറി ദിവസത്തെക്കുറിച്ച് ഓരോ ടെൻഷൻ അടിച്ചേക്കരുത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ കുഞ്ഞുമണിനെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും, നിങ്ങളുടെ കയ്യിലോട്ട് വരാൻ പോകണം അധികം ദിവസം ആവുന്നതിന് മുമ്പ്. ഓക്കെ, ഇനി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് അടിച്ചോളൂ. ചേച്ചി ഇനി ഇങ്ങനത്തെ ടോപ്പിക്കൊന്നും ഇടണ്ടെന്നൊക്കെ പറഞ്ഞേച്ചാൽ മതി, ഞാൻ ഇടൂല കേട്ടോ. ബോർ അടിച്ചെങ്കിൽ ക്ഷമിക്കുക. ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.